Hello dears, welcome back to Thunder Kitchen Recipes. ഇന്ന് ഞാൻ അയല പൊരിച്ചതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു പ്രത്യേക തരം മസാലക്കൂട്ട് ഉപയോഗിച്ചുണ്ടാക്കുന്ന മസാലയാണ് ഇതിനെ മാരിനേഷന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല സ്മെല്ലും വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു അയല ഫ്രൈ ആണിത്. നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിനേക്കാൾ രുചികരമായ ഒരു അയല ഫ്രൈ ആണിത്. അപ്പോൾ നമുക്ക് ഈ മസാലക്കൂട്ടിലേക്ക് എന്തൊക്കെ മസാലകൾ വേണമെന്ന് നോക്കാം. കാശ്മീരി വറ്റൽമുളക് ഒരു 5 എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായതുകൊണ്ടാണ് 5 എടുത്തത്. വലുതാണെങ്കിൽ ഒരു 3 മതിയാകും. പിന്നെ ഒരു 6 നാടൻ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവ, മുഴുവനായിട്ടുള്ള ഉലുവ, പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ റവ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ഡ്രൈ ഐറ്റംസ് വേണം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി വേണം, 6-7 വെളുത്തുള്ളി വേണം, 4-5 ചെറുള്ളി വേണം, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് വേണം, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ തണ്ടോട് കൂടിയ കുറച്ച് കൊറിയാൻഡർ ലീവ്സ് വേണം. ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് നമുക്ക് അരപ്പുണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് ജാറിലേക്ക് മുളകും ഡ്രൈ ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാം. അതായത് മുളക്, വറ്റൽമുളകും, കുരുമുളക്, ജീരകം, ഉലുവ, റവ എല്ലാം കൂടി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ആ ഡ്രൈ ഐറ്റംസ് എല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഫൈൻ പൗഡർ ആയിട്ടില്ല, ഇതുപോലെ ക്രഷ് ആവുകയേ ഉള്ളൂ. ഇനി നമുക്ക് വെള്ളം ചേർത്ത് അല്ലെങ്കിൽ എണ്ണ ചേർത്ത് അരച്ചാലേ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി, ഉള്ളിയൊക്കെ അരിഞ്ഞ് ചേർക്കാം. അതെല്ലാം അരിഞ്ഞ് ചേർത്താൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ ഉള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒന്ന് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആ ചെറുനാരങ്ങ നീരും നമുക്ക് പിഴിഞ്ഞ് ചേർക്കാം. ഏകദേശം 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കിട്ടും ആ ഒരു കഷ്ണം ചെറുനാരങ്ങ പിഴിഞ്ഞാൽ. പിന്നെ ഇതിലേക്ക് നമുക്ക് കൊറിയാൻഡർ ലീവ്സും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, കൊറിയാൻഡർ ലീവ്സൊക്കെ നന്നായിട്ട് ഇതിൽ മിക്സപ്പ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്താൽ മതിയാകും. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോഴും അത് പേസ്റ്റ് പോലെ ആയിട്ടില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ പാല് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ പാല് ചേർത്ത് അരച്ചപ്പോഴേക്കും നന്നായിട്ട് പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്താലും മതിയാകും കേട്ടോ. ഞാൻ ഇതിനകത്തേക്ക് പാലാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. മസാല പുരട്ടി ഫിഷ് ഫ്രൈ ചെയ്താൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ 4 അയലയാണ് എടുത്തിരിക്കുന്നത്. അയല നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വരഞ്ഞെടുക്കണം. ഇത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ നല്ല നീളത്തിൽ നല്ല ഡീപ്പായിട്ട് വരഞ്ഞെടുക്കണം. കത്തി കൊണ്ട് നന്നായിട്ട് വരഞ്ഞെടുക്കുക. എന്നിട്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യണത്. ഞാൻ ആ 4 അയലയും വരഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഡീപ്പായിട്ട് വരഞ്ഞെടുക്കണം. എന്നാലേ ഇതിനകത്തേക്ക് മസാലയൊക്കെ പുരട്ടിയാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മസാല പുരട്ടി കൊടുക്കാം. ഓരോ മീനെടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് പുരട്ടി കൊടുക്കാം. മീൻ വരഞ്ഞതിൻ്റെ ഇടയിലായിട്ടൊക്കെ നന്നായിട്ട് മസാല ഇറങ്ങണമെങ്കിൽ നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഒരെണ്ണം റെഡിയാക്കി. ഇനി അതുപോലെ നമുക്ക് ബാക്കിയുള്ള അയലയും കൂടി നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ആ അയല എല്ലാം ഞാൻ നന്നായിട്ട്
മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അരമണിക്കൂറിന് ശേഷം പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. എണ്ണയിലേക്ക് കുറച്ച് പച്ചവേപ്പില ചേർത്തതിന് ശേഷം നന്നായിട്ട് അത് മൂത്ത് കഴിയുമ്പോഴേക്കും മീഡിയം ഹീറ്റിൽ നന്നായി ചൂടാക്കിയതിന് ശേഷം ഓരോ അയലയും ഇട്ട് കൊടുക്കാം. മീൻ ഓരോന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് മീഡിയം ഹീറ്റിൽ തന്നെ ഫ്രൈ ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി ഓരോ സൈഡും നന്നായിട്ട് മുരിച്ചെടുക്കുക. കവർ ചെയ്ത് മുരിക്കരുത്, തുറന്ന് വെച്ച് തന്നെ മുരിക്കണം. കവർ ചെയ്ത് മുരിച്ചാൽ ഈ മാരിനേറ്റ് ചെയ്തതൊക്കെ നമ്മൾ എണ്ണയിലേക്ക് വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് തുറന്ന് തന്നെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ മുരിച്ചെടുക്കുക. 2 സൈഡും നന്നായി മുരിഞ്ഞിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല മണമൊക്കെയാണ് കേട്ടോ വരുന്നത്. ഈ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല മണവുമാണ്. അപ്പോൾ ഇതുപോലെ മസാല ഉണ്ടാക്കിയാൽ നമുക്ക് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഫിഷ് ഫ്രൈ ഉണ്ടാക്കി കഴിക്കാം. നമുക്ക് കുറച്ച് കൂടുതൽ മസാല ഉണ്ടാക്കിയാൽ നമുക്കത് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ട് മാരിനേഷന് ഉപയോഗിക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫിഷ് ഫ്രൈ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകതരം മസാലക്കൂട്ടാണിത്. ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയിൽ കാണാം. താങ്ക് യു.